ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ യൂട്യൂബേഴ്സ് ഏറ്റവും മോശമെന്ന് പറഞ്ഞ് റിവ്യൂ ഇടുന്ന സിനിമകൾ തേടി പിടിച്ച് കാണുന്നത് എൻ്റെ ഒരു ഹോബിയാണ്. കാരണം അങ്ങനെ പറയുന്ന സിനിമകളിൽ ചിലപ്പോൾ കാണാൻ കൊള്ളാവുന്നതും ഉണ്ടാകാം. ആ ഒരു ഉദ്ദേശത്തോടെ ഞാൻ കണ്ടൊരു സിനിമയാണ് 11. ഒരു തമിഴ് മൂവിയാണിത്. ലോകേഷിൻ്റെ ഡയറക്ഷനിൽ നവീൻ ചന്ദ്രയാണ് ഹീറോ ആയിട്ട് ഈ മൂവിയിൽ വന്നിരിക്കുന്നത്. പിന്നെ ഈ സിനിമ മറ്റൊരു രീതിയിൽ ശരിക്കും പോപ്പുലറാണ്. ഇതിലെ ഹീറോയിനെക്കുറിച്ച് ഒരുപാട് ട്രോൾസ് വന്ന് അങ്ങനെയാണ് ഞാനും ഈ സിനിമയെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. ശരിക്കും ഒരു ക്രൈം ത്രില്ലറാണ് ഈ സിനിമ. ഞാനും ഒരുപാട് ക്യൂരിയോസിറ്റിയോടെ കണ്ടൊരു മൂവിയാണിത്. ചെന്നൈ സിറ്റിയിൽ നടക്കുന്ന കുറേ അധികം മേഡേഴ്സിനെ കുറിച്ചും അതിന് കാരണക്കാരനായ സീരിയൽ കില്ലറിനെ കുറിച്ച് അന്വേഷിക്കാനും വരുന്ന നായകനെയും കുറിച്ചിട്ടാണ് കഥയുടെ പ്ലോട്ട് പോകുന്നത്. നവീൻ ചന്ദ്രയുടെ അരവിന്ദൻ എന്ന ക്യാരക്ടറിന് സത്യത്തിൽ സിനിമയിൽ വലിയ എഫേർട്ടൊന്നും എടുക്കേണ്ടി വന്നില്ല. കാരണം തുടക്കം മുതൽ ഒടുക്കം വരെയും പുള്ളിക്കാരൻ്റെ ഒരു ഒറ്റ എക്സ്പ്രഷനേ ഉള്ളൂ. അതിനേക്കാളും കോമഡിയാണ് ഹീറോയിൻ്റെ കാര്യം. ആളിൻ്റെ പ്രായത്തിനും ലുക്കിനും ചേരാത്ത റൊമാൻസാണ് സത്യത്തിൽ സിനിമയിൽ കാണാൻ സാധിച്ചത്. പക്ഷേ കണ്ടിരിക്കാൻ നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇമാൻ്റെ മ്യൂസിക് ഡയറക്ഷനിൽ സത്യത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളെല്ലാം അടിപൊളിയായിരുന്നു. എങ്കിലും സ്ക്രിപ്റ്റ് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഓരോ സീൻസും സത്യത്തിൽ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ഒരു ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് എത്താത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഈ മൂവിയുടെ സെക്കൻഡ് ഹാഫിലെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനും വളരെ നന്നായിട്ട് തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത്. മേക്കിങ്ങിനെ കുറിച്ച് നമ്മൾ പറയാനാണെങ്കിൽ അതും ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ് പറയാനുള്ളത്. അതിനേക്കാളെല്ലാം ഞാൻ ശ്രദ്ധിച്ചത് ഈ മൂവിയിൽ മെയിൻ ക്യാരക്ടർ ചെയ്ത ട്വിൻസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കാണുന്ന ഓരോ കാഴ്ചക്കാരനെയും ഇമോഷണലി തളർത്തുന്ന കുറേ സീൻസ് ആ മൂവിയിലുണ്ട്. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ടും അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. യൂഷ്വലി സീരിയൽ കില്ലേഴ്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് ഒരു സൈക്കോപാത്തായിരിക്കും. പക്ഷേ എന്തുകൊണ്ടോ ഈ മൂവി കണ്ടപ്പോൾ ഈ സിനിമയിലെ സീരിയൽ കില്ലറിൻ്റെ ഭാഗത്താണ് ന്യായമെന്നാണ് എനിക്ക് തോന്നിയത്. എന്തോ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ തോന്നിയിട്ടുണ്ടാവുക. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ സ്ലോ പേസിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നേരെ സെക്കൻഡ് ഹാഫിലോട്ട് എത്തുന്നത്. അവിടെ തൊട്ടാണ് സത്യത്തിൽ കഥ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. അതിൽ ആ ട്വിൻസായിട്ട് അഭിനയിച്ച കുട്ടികൾ സത്യത്തിൽ ഏറ്റവും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ ഇമോഷണൽ സീൻസൊക്കെ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. ശരിക്കും അവിടെയാണ് ഈ സിനിമയുടെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ മൂവി അത്രയ്ക്കും സൂപ്പറാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കും ഇല്ല കേട്ടോ. വൺ ടൈം വാച്ചബിൾ എന്ന് വേണമെങ്കിൽ പറയാം.